ഇന്ന് ലൈലത്തുൽ ഖദർ കിട്ടണമെങ്കിൽ നാം ചെയ്യേണ്ട 27 അമലുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ച മുത്തായ റസൂലിനോട് ചോദിച്ചു, ലൈലത്തുൽ ഖദർ ആണെന്നറിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ റസൂൽ പഠിപ്പിച്ച 27 കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഇൻഷാ അല്ലാഹ് പരിപൂർണമായി ഒന്നും വിടാതെ കണ്ട് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ രാത്രികളെപ്പോലത്തെ രാത്രിയല്ല ഇന്നത്തെ രാത്രി. ഇന്നത്തെ രാത്രി നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ഗസ്റ്റുകൾ വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മിലേക്ക് കടന്നു വരുന്നത് റമദാൻ്റെ 27-ാം രാത്രി, ലൈലത്തുൽ ഖദർ സംഭവിക്കുന്ന രാത്രി. ഇതിന് ഒരുപാട് രഹസ്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇന്ന് ലൈലത്തുൽ ഖദർ കിട്ടണമെങ്കിൽ നാം ചെയ്യേണ്ട 27 അമലുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ച മുത്തായ റസൂലിനോട് ചോദിച്ചു, ലൈലത്തുൽ ഖദർ ആണെന്നറിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ റസൂൽ പഠിപ്പിച്ച 27 കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഇൻഷാ അല്ലാഹ് പരിപൂർണമായി ഒന്നും വിടാതെ കണ്ട് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ രാത്രികളെപ്പോലത്തെ രാത്രിയല്ല ഇന്നത്തെ രാത്രി. ഇന്നത്തെ രാത്രി നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ഗസ്റ്റുകൾ വരും. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഗസ്റ്റുകളാണ് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ആ ഗസ്റ്റുകൾ ആരാണ് എന്ന് പരിചയപ്പെട്ട് 27 അമലുകളെക്കുറിച്ച് പരിപൂർണമായി, ഇന്നത്തെ രാത്രിയാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട 30 വർഷമാണ് കണ്ണിൻ കാഴ്ചയില്ലാതെ വിഷമത്തിൽ കഴിയുമ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ബസ്രയിൽപ്പെട്ട ഒരാൾ, ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണെന്ന് മനസ്സിലാക്കിയ അയാൾ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം ദുആ ചെയ്തു. അയാൾക്ക് സംസാരശേഷിയാണ് ഇല്ലാത്തത്. അദ്ദേഹം ദുആ ചെയ്തത്, അല്ലാഹ് എനിക്ക് സംസാരം ശേഷി നൽകണേ റബ്ബേ. പിന്നെ അയാൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഉറപ്പായി നടക്കില്ലെന്ന കാര്യം അത് നടന്നു കിട്ടും. അത്രക്കും ദുആക്ക് ഇജാബത്തല്ല. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? 27 കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചെയ്തിരിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. എന്നത് ചെയ്യാൻ 27 സാധിക്കുന്നില്ലെങ്കിൽ ഒരൊറ്റ കാര്യം ഞാൻ പറയാം, അത് മാത്രം ചെയ്താൽ മതി. 27 ചെയ്യാൻ സാധിക്കുമെങ്കിൽ അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ്. ഇതെല്ലാം ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ ഒറ്റ കാര്യത്തിൽ അത് ഒതുക്കുന്ന ഒരു അമലിനെ കുറിച്ചും മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നാം ഇൻഷാ അല്ലാഹ് പഠിക്കാം. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദർ 27 ആകും എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് അല്ലേ. ഭൂമി 7 അല്ലേ, അതുപോലെ ആകാശം 7, അതുപോലെ രാത്രികൾ 7, അതുപോലെ സഫാ മർവയ്ക്കിടയിൽ സഈകൾ 7, അതുപോലെ ബഹുമാനപ്പെട്ട ആരാണ്, ഉസ്മാൻ ഇബ്നു അസ് റളിയല്ലാഹുവിൻ്റെ അടിമ വന്നിട്ട് പറഞ്ഞു, യജമാനനോട് പറയുകയാണ്, നേതാവേ, നമ്മുടെ കടലിൻ്റെ വെള്ളം ഈ മാസത്തിൽ റമദാൻ്റെ ഒരു ദിവസം, അടിമക്കറിയില്ലല്ലോ ഇത് റമദാൻ എന്തെന്നറിയില്ല, ഈ മാസത്തിൽ ഒരു ദിവസം കടലിൻ്റെ വെള്ളം ഇങ്ങനെ ശുദ്ധിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ ശുദ്ധിയാകുന്ന ദിവസം എനിക്ക് അറിയിക്കണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇത് ഇന്ന ദിവസമാണ്, അന്ന് റമദാൻ്റെ 27 നമ്മുടെ ദോഷം ശുദ്ധീകരിക്കും അന്നത്തെ ദിവസം, അത് 27-നാണ്. പിന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് തുടങ്ങി ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഹിയ ആ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി എന്നുള്ള ഹിയ എന്നുള്ള പദം അത് 27 ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുന്നതിന് അതൊരു തെളിവാണ് എന്ന് ബഹുമാനപ്പെട്ട റഹീസുൽ മുഫസ്സിരീൻ ഖുർആൻ തഫ്സീർ എഴുതിയ പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ, അവർക്കുള്ള റഈസാണ്, അള്ളാഹുവിൻ്റെ റസൂൽ അനുമതി നൽകിയ ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത് റമദാൻ 27-നാണ് ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുന്നത്. കാരണം 27 ഹിയ എന്നുള്ള പദം, കാരണം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തിൽ 30 പദങ്ങളുണ്ട്. ഹിയ എന്നുള്ള പദം അത് വരുന്നത് 27-നാണ്. ഹിയ ആ ലൈലത്തുൽ ഖദ്ർ, അന്ന് ഹിയ ആ ലൈലത്തുൽ ഖദ്ർ എന്ന ആ ലമീർ മടങ്ങുന്നത്, ആ പദം ഹിയ എന്നുള്ള പദം വരുന്നത് 27-ാമത്തെ പദമായിട്ടാണ്. അതുകൊണ്ട് 27-ന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയുന്നു. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്താണ്, അതുകൊണ്ട് 27-ന് സംഭവിക്കും. അതുപോലെ സുജൂദിൽ അംഗങ്ങൾ വെക്കൽ 7, അതുകൊണ്ട് 27-ന് സംഭവിക്കും. അതുപോലെ അസ്ഹാബുൽ ഖൈഫ് 7, അതുകൊണ്ട് 27-ന് സംഭവിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുഖത്തുള്ള ആ തുറക്കപ്പെട്ട ദ്വാരങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, അതുപോലെ വായ നോക്കിയാൽ അതിന് 7 അവയവങ്ങൾ തുറക്കപ്പെട്ട 7 അവയവങ്ങൾ മുഖത്തുണ്ട്. അതും 2 കണ്ണ്, മൂക്ക്, അതുപോലെ 2 ചെവി, വായ, ഇത് നോക്കുമ്പോൾ 7. അങ്ങനെ എല്ലാം നോക്കുമ്പോൾ 27-ന് സംഭവിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ ഒരുപാട് തെളിവുകൾ പറയാൻ പറ്റും. പറഞ്ഞാൽ ഒരുപാട് സമയം നീണ്ടുപോകും. അതൊന്നും പറയുന്നില്ല. നമുക്ക് 27 അമലുകളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് വരുന്ന ഗസ്റ്റുകൾ ആരൊക്കെയാണ്? അതുകൊണ്ട് നമ്മുടെ വീടിന്ന് സുഗന്ധം പൂരിതമായിരിക്കണം. എത്ര വില കൊടുത്താലും ശരി,
നല്ല സുഗന്ധമുള്ള വീടായിരിക്കണം. നമ്മുടെ വീട്ടിലുള്ള ഫോട്ടോ, അതുപോലെ മൃഗങ്ങൾ മറ്റു ഇതിൻ്റെ എല്ലാം എന്തെങ്കിലും കോലങ്ങളൊക്കെ വീട്ടിൽ കളിപ്പാട വസ്തുക്കളുണ്ടെങ്കിൽ അതെല്ലാം നീക്കി വെക്കണം. കാരണം ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹാ. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് മലക്കുകൾ വരും, റൂഹ് വരും. റൂഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? ജിബ്രീലാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന്. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരു സംഭവം, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെ കുറിച്ചുള്ളൊരു സംഭവം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് ചെയ്യേണ്ട 27 കാര്യങ്ങളെക്കുറിച്ച്, ആ ഗസ്റ്റുകൾ വന്ന് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ആരാണ് വരുന്ന പ്രത്യേകമായൊരു ഗസ്റ്റ്? നാം ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്. നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ് മുത്തായ റസൂലും അതുപോലെ മലക്കുകളൊക്കെ. എന്നാലും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട ഗസ്റ്റുകൾ, മുമ്പിൽ തന്നെ അവർ നമ്മൾ ഇവിടെ പറഞ്ഞ ചില ഗസ്റ്റുകളുണ്ട്. അവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, തനസ്സുൽ മലായികത്തു വറൂഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്നഹു റൂഹുൽ അഖ്രിബാഉ മിനൽ അംവാത്ത്. അന്നഹു റൂഹുൽ അഖ്രിബാഉ മിനൽ അംവാത്ത്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വല്ലിപ്പ, വല്ലിമ്മ, വാപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, അനുജൻ, മൂത്താപ്പ, ഇളയിമ്മ, അങ്ങനെ മകൻ, അതുപോലെ സഹോദരൻ, സഹോദരി, അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ? ഓരോരുത്തർ ചിന്തിക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരെല്ലാവരും ഇന്നത്തെ രാത്രി നമ്മുടെ വീട്ടിലേക്ക് വരും. അവരെല്ലാവരും ഇന്നത്തെ രാത്രി നമ്മുടെ വീട്ടിലേക്ക് വരും. ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, യാ റബ്ബനാ യസല്ലനാ ബിന്നുസൂലി മനാസിലനാ. ഇന്നത്തെ രാത്രി ഉണ്ടല്ലോ, അവർ അല്ലാഹുവിനോട് പറയും, യാ റബ്ബനാ, ഞങ്ങൾക്ക് റബ്ബേ, ഈസല്ലനാ ബിനുസൂലി മനാസിലനാ, നമ്മുടെ വീടുകളിലേക്ക് പോകാൻ ഒരു അവസരം നൽകണം അല്ലാഹ്. ഇന്ന് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് നമ്മുടെ വല്ലിപ്പ, വല്ലിമ്മമാർ, നമ്മുടെ ജ്യേഷ്ഠൻ, അനുജന്മാർ അല്ലാഹുവിനോട് പറയും. അല്ലാഹു അവർക്ക് സമ്മതം കൊടുക്കും. അവർ അല്ലാഹുവിനോട് പറയും, നറാ ഔലാദന വയ്യാലന, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് നിങ്ങളെ കണ്ടോട്ടെ റബ്ബേ. അതിനൊരു അവസരം ഇന്നത്തെ രാത്രി നൽകണമെന്ന് വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവർ ഇന്ന് വീട്ടിലേക്ക് വരും. അവരിന്ന് വീട്ടിലേക്ക് വരും. വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫതസദ്ദഖൂ അലൈനാ, ഫതസദ്ദഖൂ അലൈനാ, ഇന്നത്തെ രാത്രി എന്തെങ്കിലും ഞങ്ങളെ ഓർത്തുകൊണ്ട് ചെറിയ ഒരു ദാനധർമ്മം, ഫി ഹാദിഹിൽ ലൈലത്തി ബിസ്വദഖത്തിൻ ഔ ലുഖമത്തിൻ, ഒരു ചെറിയ സ്വതക്ക അല്ലെങ്കിൽ ഒരു പിടി ഭക്ഷണമെങ്കിലും സ്വതക്ക നൽകിക്കൊണ്ട് ഞങ്ങളെ ഓർക്കണമെന്നവർ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രംഗം ഇന്ന് സംഭവിക്കാൻ പോകുന്നു. നമ്മുടെ വീട്ടിലേക്ക് ഇവർക്കുള്ള അർവാഹുകൾ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് വരും. എന്നിട്ടവർ പറയുന്നു, ഫഇന്ന മുഹ്താജൂന ഇലൈഹാ, അതിലേക്ക് ഞങ്ങൾ ആവശ്യമുള്ളവരാണ്. കാരണം നാം ഖബറിലാണ്, നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പേരിൽ എന്തെങ്കിലും ഒരു ഹദിയ, എന്തെങ്കിലും ഒരു സദഖ, എന്തെങ്കിലും ഒരു ദാനധർമ്മം ചെയ്യണമെന്ന് അവർ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു നിമിഷമാണ് ഇന്നത്തെ രാത്രി. നമ്മുടെ വീട്ടിലേക്ക് വന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു രംഗമുണ്ട്. അവർ പറയുന്നു, ഫൈൻ ബഖിൽതും ബിഹാ, നിങ്ങൾ പിശുക്കന്മാരാണെങ്കിൽ, പണം കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ, ഫദ്കുറൂനാ ബിറഖഅതൈൻ ഫി ഹാദിഹിൽ ലൈലത്തുൽ മുബാറക, ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൻ്റെ ഇന്നത്തെ രാത്രി ഉണ്ടല്ലോ, ഒരു 2 റക്അത്ത് നമസ്കരിച്ചിട്ടെങ്കിലും നിങ്ങളെ ഓർക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് പറയും. വല്ലാത്ത കരച്ചിലായിരിക്കും. കരഞ്ഞുകൊണ്ടവർ പറയുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒരു പാവപ്പെട്ടവർക്കോ കുടുംബങ്ങൾക്കോ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. നമുക്ക് 20 അമലുകളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതിന് ആരുമില്ല നിങ്ങളുടെ കൂട്ടത്തിൽ, ഇതാ ഈ നമ്പറിലേക്കൊന്ന് ഗൂഗിൾ പേ ചെയ്യേ. പാവപ്പെട്ടവർ, അർഹതായവർ എത്രയോ ആളുകളുണ്ട്. പെരുന്നാൾ വസ്ത്രം വാങ്ങാത്ത ആളുകളൊക്കെ ഉണ്ട്. പട്ടിണി നോമ്പ് തുറക്ക് പോലും വകയില്ലാത്ത ആളുകളുണ്ട്. വിധവകളായികൾ, ഭർത്താവ് മരണപ്പെട്ട ആളുകൾ, അങ്ങനെ എത്രയോ ആളുകളുണ്ട്. സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യേ, അല്ലെങ്കിൽ കുടുംബത്തുള്ളവർക്ക് കൊടുക്ക്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നിട്ടവർ വന്ന് പറയുന്ന ഒരു രംഗമുണ്ടോ, ഹൽ മിൻ അഹദിൻ യതറഹമു അലൈനാ, ഹൽ മിൻ അഹദിൻ യതറഹമു അലൈനാ, ആരും ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലേ? ഹൽ മിൻ അഹദിൻ യദ്കുറു ഖുർബതനാ, ഞങ്ങൾ ഒറ്റപ്പെട്ട് ഖബറിൽ
കഴിയുന്ന ഒരു അവസ്ഥയിലാണ്. ഞങ്ങളെ ഉറുബത്ത്, ഞങ്ങളെ ഒറ്റപ്പെടലിനെ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളും പോലും ഓർക്കുന്നില്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് പറയും. എന്നിട്ട് അവർ പറയുന്നൊരു രംഗം, യാമൻ സക്കന്തും ദ്വരന, യാമൻ സക്കന്തും ദ്വരന, നമ്മുടെ വീടുകൾ താമസിക്കുന്നവരെ, യാമൻ നകഹ്തും നിസാഇന, നമ്മുടെ പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചവരെ, യാമൻ അഖംതും ഖുസൂറന, നമ്മുടെ വീടുകളിൽ കൊട്ടാരങ്ങൾ താമസിക്കുന്നവരെ ഒരാളും ഓർക്കുന്നില്ലേ, ഒരാൾക്കും നമ്മളെ ഓർമ്മയില്ലേ, ഞങ്ങളെക്കുറിച്ചൊരു ചിന്ത പോലുമില്ലേ എന്ന് പറഞ്ഞവർ കരഞ്ഞുകൊണ്ട് പറയും. എന്നിട്ട് പറയും, വനഹ്നു ഫീ അളഅഖി ഖുബൂരിന, ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത കുദുസായ ഖബറിൻ്റെ ഉള്ളിലാണ്. ഫീ അളഅഖി ഖുബൂരിന, വല്ലാത്ത അവസ്ഥയാണ് നമ്മുടേത്. ഹൽ മിൻകും മൻ യതഫക്കറു ഫീ ഗുർബത്തിന, നമ്മുടെ ഈ ഒറ്റപ്പെടുന്ന ഒരാളും പോലും ഓർത്തില്ലല്ലോ, ഓർത്തില്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയും, ഒരാൾ പോലും ഓർത്തില്ലല്ലോ. ഫഖ്റന, നമ്മുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരാളും ഓർത്തില്ലല്ലോ. എന്നിട്ട് അവരൊരു ചെറിയൊരു ഉപദേശം നൽകി പോവും. വഖുതുബന മത്വിയ്യത്തുൻ, നമ്മുടെ കിതാബുകൾ അടക്കപ്പെട്ടിരിക്കുന്നു, മൂടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയും, വഖുതുബക്കും, നിങ്ങൾക്കുള്ള കിതാബുകളുണ്ടല്ലോ, മൻഷൂറത്തുൻ, അത് തുറക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ധാരാളം അമലുകൾ ചെയ്യണേ. നാം ഒരു അമൽ ചെയ്തിട്ടും കാര്യമില്ല, കാരണം നമ്മുടെ കിതാബുകൾ അടക്കപ്പെട്ടതാണ്. എന്നിട്ട് പറയും, ലൈസലിൽ മയ്യത്തിൻ ഫിൽ അഹ്ദിഹി, ഒരു മയ്യത്തിനും ഖബറിലുണ്ടല്ലോ ഫിത്റുൻ, ഒരു ഫിത്രില്ല, ഒരു പെരുന്നാളില്ല. വല അൽഹ വല അൽഹ, അതുപോലെ വലിയ പെരുന്നാളുമില്ല. വല ഖദ്റ, അതുപോലെ ലൈലത്തുൽ ഖദ്റില്ല. വഅൻതും ഖദ് റുസിഖ്തും, നിങ്ങൾ ഭാഗ്യവന്മാരാണ്, നിങ്ങൾ നല്ല അവസരമുള്ളവരാണ് മക്കളെ, നിങ്ങൾ നല്ല അവസരമുള്ളവരാണ് സഹോദരിമാരെ. അതുപോലെ മക്കളോടും മാതാപിതാക്കളോടും മക്കൾ വന്ന് പറയും, ഫഗ്തനിമു, ആ അവസരങ്ങൾ നിങ്ങൾ നന്നായി മുതലെടുക്കണം. ഞങ്ങളെ വഞ്ചിച്ചതുപോലെ, ഞങ്ങൾ ഖബറിൽ ദുഃഖിക്കുന്നത് പോലെ നിങ്ങളും ഖബറിൽ വന്ന് സങ്കടപ്പെടരുത്. ഞങ്ങളെ മക്കളോട് പറയാറുണ്ടല്ലോ, മോനെ ഞാനേതായാലും പഠിച്ചില്ല, നിങ്ങളും അതുപോലെ ആകരുത്, നിങ്ങൾ നന്നായി പഠിക്കണം, നന്നാകണമെന്ന് പറയുന്നുണ്ട്. എന്തേ ഞാൻ പറയാൻ കാരണം, നമുക്ക് ഒരുപാട് അവസരങ്ങൾ അല്ലാഹു തടയപ്പെട്ട്, ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഈ പഠിക്കാത്തത് കൊണ്ട് തടയപ്പെട്ടിട്ടുണ്ട് അല്ലേ. പല വേദികൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, പല അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ആ അവസരങ്ങൾ മക്കൾക്കും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മക്കളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ നാം നടത്തുന്നുണ്ടല്ലേ, അതേപോലെ ശ്രദ്ധയാണ് ഇവർ നടത്തുന്നത്. കാരണം നമുക്ക് ഒരുപാട് ഖബറിലുള്ള ജീവിതത്തിൻ്റെ ഐശ്വര്യമായ ജീവിതം, സ്വർഗത്തിലേക്കുള്ള ജീവിതം, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും നഷ്ടപ്പെടാൻ പാടില്ല, നിങ്ങൾ രക്ഷപ്പെടണം. അതുകൊണ്ട് നിങ്ങൾക്കുള്ള കിതാബുകൾ തുറക്കപ്പെട്ടതാണ്, നമ്മുടെ കിതാബുകൾ അടക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കുള്ള ഈ അവസരം നന്നായി മുതലെടുക്കണം എന്ന് പറയും. എന്നിട്ട് അവർ ചോദിക്കുന്ന ഒരു അപേക്ഷ, നിങ്ങൾ എന്തെങ്കിലും ഒരു ദാനധർമ്മം, എന്തെങ്കിലും ഒന്ന് ചെയ്യും. അതിനൊന്നും സാധിക്കുന്നില്ലേ, 2 റക്അത്ത് നമസ്കരിച്ചിട്ടെങ്കിൽ 2 റക്അത്ത് നമസ്കരിച്ചിട്ടെങ്കിൽ നിങ്ങളെ ഓർക്കണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ആ 27 അമലുകൾ ചെയ്ത് നമ്മുടെ മരണപ്പെട്ടു പോയ കുടുംബാദികൾക്ക് വേണ്ടി അതിയാ ചെയ്യാം. തീർച്ചയായും ഈ 27 അമലും ഇന്ന് ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്റിൻ്റെ ദിവസമുണ്ടല്ലോ, സ്വർഗത്തിൻ്റെ തൊട്ടടുത്തൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ പേര് സിദ്റത്തുൽ മുൻതഹ എന്നാണ്. നമുക്കൊക്കെ അറിയുന്ന മരമാണ് സിദ്റത്തുൽ മുൻതഹ. ആ മരത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വരും. അതിൻ്റെ വിശേഷ ഗുണങ്ങൾ, സ്വർഗത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നൊരു മരമാണ്. ആ മരത്തിൽ വസിക്കുന്ന ഒരുപാട് കോടാനുകോടി മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ജോലി എന്തറിയോ, അവർ വല്ലാത്തൊരു മലക്കുകളാണ്. ആ മലക്കുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിനോട് വലിയ സ്നേഹവും ദയയും കരുണയുമുള്ള മലക്കുകളാണ്. ആ മലക്കുകൾ ലൈലത്തുൽ ഖദ്റിൻ്റെ ദിവസം അവർ നേരെ ഭൂമിയിലേക്ക് ഇറങ്ങും. അവരുടെ നടു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ആ മലക്കുകൾ നേരെ ഭൂമിയിലേക്ക് വരും. വന്നിട്ട് ഇവിടെയുള്ള അടിമകൾക്ക് വേണ്ടി അവർ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ഇസ്തിഗ്ഫാർ ചൊല്ലുകയും നാം ദുആ ചെയ്യുമ്പോൾ അവർ ആമീൻ ചെയ്യുകയും ചെയ്യും. ഓരോരുത്തരും വന്നവർ കൈമുസാഹഫത്ത് ചെയ്യും. കൈമുസാഹഫത്ത് ചെയ്യുമ്പോൾ അവർ കൈമുസാഹഫത്ത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാകാൻ ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു. മൻ യഖ്ശാറഹു ജുൽദുഹു, നമ്മുടെ ഒരു രോമാഞ്ചനം ഉണ്ടാകും. അതുപോലെ നമ്മുടെ കൽബിനൊരു മയമുണ്ടാകും, കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വരും. അപ്പോൾ മനസ്സിലാകും അവർ വന്ന് നമ്മുടെ ശരീരത്തെ അവർ കൈമുസാഫത്ത് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അടയാളം നിങ്ങൾക്ക് പ്രകടമായാൽ ആരോടും പറയരുത്, പറയാതിരിക്കൽ സുന്നത്താണ്. അങ്ങനെ അവർ വരും. വന്നിട്ടോ അവർ അവസാനം ജിബ്രീൽ പറയും,
അവരോട് പറയും, യാ മഹ്ശറൽ മലായിക, ഓ മലക്കുകളെ, ഓ മലക്ക് സമൂഹമേ, അർ-റഹീൽ അർ-റഹീൽ, കഴിഞ്ഞു, നമുക്ക് യാത്ര ചെയ്യാം, നമുക്ക് നേരെ സിദ്റത്തുൽ മുൻതഹ പോകാം, അവിടെ നിന്നല്ലേ വന്നത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം സൂര്യൻ്റെ അരികിൽ പോയി. ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുകളുണ്ട്. ആ ചിറകുകളിൽ 2 ചിറകുകൾ അതിങ്ങനെ വിരിക്കും. അത് മശ്രിക്ക് മുതൽ മഗ്രിബ് വരെ ആയിരിക്കും അതിൻ്റെ വിശാലത. എന്നിട്ട് മലക്കുകളെല്ലാം അവിടെ വരും. വന്നിട്ടോ ആ ലൈലത്തുൽ ഖദ്ർ ധന്യമാക്കിയവർക്ക്, ഈ 27 അമൽ ചെയ്തവർക്ക് വേണ്ടിക്ക് നിരന്തരമായി അവർ ദുആ ചെയ്യും. അവർ ദുആ ചെയ്തുകൊണ്ട് നേരെ അവർ ആകാശത്തിലോട്ട് അവർ പ്രവേശിക്കും. ഒന്നാം ആകാശത്തിലേക്ക് പോയപ്പോൾ അവിടെ ഒന്നാം ആകാശത്തിൽ ചോദിക്കും, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളെ കണ്ടില്ല, അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് ചോദിക്കും. അപ്പോഴൊക്കെ പറയും, അവർ ഇന്നാലിന്ന അമലുകൾ ചെയ്തു, ഇന്നാലിന്ന വ്യക്തി, ഓരോ വ്യക്തികളെക്കുറിച്ച് പറയും. അവർ പറഞ്ഞു, കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വർഷം ഒന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ ആവലാതി പറയും. അങ്ങനെ 2-ാം ആകാശത്തിലേക്ക് പോകും, അവിടെയും ചോദ്യം ഉണ്ടാവും. 3-ാം ആകാശത്തിലേക്ക് അവർ കയറും, അവിടെയും ഓരോ വ്യക്തികളെക്കുറിച്ച് ചോദിക്കും, ഓരോ മനുഷ്യരെക്കുറിച്ച് ചോദിക്കും. അങ്ങനെ 7 ആകാശങ്ങൾ അവരേക്ക് പോകുമ്പോൾ 7 ആകാശങ്ങളിലും അവരെ ചോദിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥനകളൊക്കെ നടത്തും. എന്നിട്ട് അവർ നേരെ സിദ്റത്തുൽ മുൻതഹയിലോട്ട് അവർ കടക്കുകയാണ്. സിദ്റത്തുൽ മുൻതഹയിലോട്ട് കടക്കുമ്പോൾ ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വലിയ വൃക്ഷം, സ്വർഗത്തിൻ്റെ അടുത്തുള്ള ആ വൃക്ഷം അവരോട് ചോദിക്കും, യാ സുഖാനി, എന്നിൽ വസിക്കുന്നവരെ, എന്നിൽ താമസിക്കുന്ന മലക്കുകളെ, എന്നിട്ട് ചോദിക്കും, വജത്തൂനി അനിന്നാസ്, നിങ്ങൾ ജനങ്ങളെ കണ്ടുമുട്ടിയോ, എങ്ങനെയായിരുന്നു അവരുടെ സ്ഥിതിഗതികൾ, അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് ചോദിക്കപ്പെടും. അപ്പോൾ മലക്കുകൾ പറയും, ഇതാ ഇന്നാലിന്ന ഒരു മനുഷ്യൻ, ഇന്നാലിന്നൊരു വ്യക്തി, ഇന്നാലിന്ന ഫാത്തിമ, ഇന്നാലിന്ന മുഹമ്മദ്, ഇന്നാലിന്ന ഫാറൂഖ്, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരുന്നു, ദുആ ചെയ്തുകൊണ്ടിരുന്നു എന്നെല്ലാം റിപ്പോർട്ടുകൾ, നമ്മെക്കുറിച്ചുള്ള ഓരോ റിപ്പോർട്ടുകൾ അതാ ആ സിദ്റത്തുൽ മുൻതഹയിൽ ഇങ്ങനെ പറയും. സിദ്റത്തുൽ മുൻതഹ എവിടെയാണ് ഇരിക്കുന്നത്? സ്വർഗത്തിൻ്റെ അടുത്താണല്ലോ. ആ സ്വർഗം ഇത് കേട്ട് സന്തോഷിച്ച ആ സ്വർഗം പറയും, അല്ലാഹുമ്മ അജ്ലുഹും ഇലയ്യ, അല്ലാഹുമ്മ അജ്ലുഹും ഇലയ്യ, അള്ളാഹുവെ അവരെത്രയും പെട്ടെന്ന് എന്നിലേക്ക് എത്തിക്കണേ, അവരെ എന്നിലേക്ക് എത്തിക്കണേ റബ്ബേ എന്ന് സ്വർഗം അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ആ സമയത്തുണ്ടല്ലോ, സ്വർഗം ദുആ ചെയ്യുമ്പോൾ ഈ സിദ്റത്തുൽ മുൻതഹ ദുആക്ക് ഇജാബത്തുള്ള ഈ വൃക്ഷമുണ്ടല്ലോ, ആമീൻ ആമീൻ പറയും. തീർച്ചയായും നാം സ്വർഗത്തിലേക്ക് ഉറപ്പായി എത്തും. കാരണം ആമീൻ പറയുന്ന ആളാരാണ്? അതുപോലെ ദുആ ചെയ്യുന്ന ആളാരാണ്? ദുആ ചെയ്യുന്നത് സ്വർഗമാണ്, ആമീൻ പറയുന്നത് സിദ്റത്തുൽ മുൻതഹയാണ്. രക്ഷപ്പെടും. അതിൽ 4 വിഭാഗങ്ങളെ ഒഴിവാക്കുമെന്ന് പറയുന്നുണ്ട് ഹദീസിൽ. 4 വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നത്, ഒന്ന് മുദ്മിൽ ഖംർ, അതായത് മദ്യം സ്ഥിരമായി കഴിക്കുന്നവൻ, ലഹരിയുടെ അടിമ, ഒന്ന്. രണ്ടാമത്തെ ആക്കുൽ വാലിദൈനി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ. 3 ഖാത്തിഉർ റഹം, കുടുംബമെന്ന് മുറിക്കുന്നവൻ. നാലാമത്തത് വൽ മുഷാഹിൻ, മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ശത്രുത പുലർത്തുന്നവർ. ഇവർ ഒഴികെ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടും എന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യേണ്ട അമലുകളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഓരോന്നായി പഠിക്കാം. ഇത് എൻ്റെ വകയല്ല, ഞാൻ പറയുന്നതല്ല. ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു ചില അമലുകൾ പറയുന്നുണ്ട്, മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹദീസുകളിലൊക്കെ ഈ അമലുകളുണ്ട്. ഒന്നാമത്തായി എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യേണ്ട അമലുകൾ ഇൻഷാ അല്ലാഹ് എല്ലാം 27 അമലുകളെക്കുറിച്ചും നമുക്കത് പഠിക്കുകയും അത് ഇന്നത്തെ രാത്രി പ്രാവർത്തികമായി ചെയ്യുകയും ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നാം ചെയ്യേണ്ട അമല് എന്നുള്ളത് എഴുതി വെച്ചോ. ഒന്നാമതായി നാം ചെയ്യേണ്ടത് അഫ്ദുൽ ആയ. ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? അഫ്ദുൽ ആയത്തുൽ ഖുർആൻ. ഖുർആൻ്റെ ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്തുണ്ട്, നമുക്കൊക്കെ മനഃപ്പാടമറിയുന്ന ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അറിയാമല്ലോ, അതാണ് ഒന്ന്. രണ്ടാമത്തൊരു അമല് ആമനർ റസൂൽ. നാം അദ്ദാദിലേക്ക് ഓതാറുണ്ടല്ലോ, അവസാനമായി അദ്ദാദ് പരിപൂർണ്ണം ഓതുകയാണെങ്കിൽ അത് നല്ലതാണ്, അല്ലെങ്കിൽ ആമനർ റസൂൽ അത് ഓതാം. മൂന്നാമതായി നാം ചെയ്യേണ്ട അമല് നിസ്ഫുൽ ഖുർആൻ. നിസ്ഫുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ പകുതിയോളം കൂലി കിട്ടുന്ന ഒരു സൂറത്താണ്. അതിനാണ് നിസ്ഫുൽ ഖുർആൻ എന്ന് പറയുന്നത്. അതേത് സൂറത്താണ്? സൂറത്ത് സൽസല. ഇദാ സുൽസിലത്തിൽ അർളു സൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ. ഈ സൂറത്താണ്. 2 തവണ പാരായണം ചെയ്യാം.
ചെയ്താലോ ഖത്മുൽ ഖുർആൻ പൂർത്തി ഓതിയ കൂലി കിട്ടും. മൂന്നാമത്തൊരമൽ എന്ന് പറയുന്നത് റുബൂൽ ഖുർആനാണ്. റുബൂൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ 1/4 എന്നാണ്. 1/4 എന്ന് പറഞ്ഞാൽ അത് 4 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലമാണ്. അതായത് സൂറത്തുൽ കാഫിറൂൻ, കുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്താണ്. അത് എൻ്റെ പ്രിയപ്പെട്ടവർ 4 തവണ പാരായണം ചെയ്യാം. 5-മത്തൊരു അമലി എന്നുള്ളത് സുലുസുഹു, അതായത് ഖുർആൻ്റെ 1/3. അങ്ങനെ പറഞ്ഞാൽ 3 പ്രാവശ്യം പാരായണം ചെയ്താൽ ഖത്മുൽ ഖുർആൻ ഓതി കൂലി കിട്ടുന്ന അമൽ. അതേതാണ്? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അത് 3 തവണ പാരായണം ചെയ്യാം. 6-മത്തൊരു അമൽ എന്നുള്ളത് ഖൽബുൽ ഖുർആൻ, ഖുർആൻ്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. അത് പാരായണം ചെയ്യാം, മറക്കരുത്, പാരായണം ചെയ്യണം. 7-മത്തത് അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നമുക്കറിയുന്നത് ഏതും ദിക്റുകൾ ചൊല്ല, ഏത് ഇസ്തിഗ്ഫാർ ചൊല്ല അറിയുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലെങ്കിൽ അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി. മുത്തായ റസൂലിൻ്റെ അരികിൽ ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ ഞാൻ നശിഞ്ഞു പോയി നബിയെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും പറഞ്ഞത് അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി, നിൻ്റെ മഗ്ഫിറത്ത് വിശാലമാണ് റബ്ബേ, നിൻ്റെ റഹ്മത്തിനോട് വലിയ ആഗ്രഹമുണ്ട്, റഹ്മത്ത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്നർത്ഥം വരുന്ന അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി എന്നുള്ളത്. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ 7-മത്തെ അമൽ. 8-മത്തത് അതായത് തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നമുക്കറിയുന്ന ഏത് തസ്ബീഹും നമുക്ക് ചൊല്ലാം. 10-മത്തെ തഹ്ലീലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലണം. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. ലൈലത്തുൽ ഖദ്റിൻ്റെ ദിവസം 2-മത്തെ പ്രാവശ്യം ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. 3-മത് ചൊല്ലിയാലോ സ്വർഗത്തിൽ പ്രവേശിക്കും. അതാണ് 10-മത്തെ അമൽ. 11-മത്തെ അമൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിതൊന്നും അറിയുന്നില്ല, ഈ പറയുന്നത് നമുക്കറിയുന്ന മറ്റ് ദിക്റുകൾ ഏതുണ്ടോ അതൊക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ്. 12-മത്തൊരു അമൽ ഹബീബിൻ്റെ പേരിൽ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മുത്തായ റസൂലിൻ്റെ മേലിൽ സ്വലാത്തുകൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പിന്നെ 13-മത്തൊരു അമൽ ദുആ, മറക്കരുത്. ദുആക്ക് ഇന്ന് ഇജാബത്തുണ്ട്. സംസാരം ശേഷിയില്ലാത്ത ആൾക്ക് അള്ളാഹു സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്ത് അത് 13-മത്ത്. 14-മത്തൊരു അമൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകൾ, അതായത് നമ്മുടെ മരണപ്പെട്ടു പോയ കുടുംബാദികൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അദ്യ നാം നൽകുക എന്നുള്ളതാണ് 14-മത്തത്. 15-മത്തൊരു അമൽ പ്രത്യേകമാണ്. നാം ഇന്ന് മൊബൈലൊന്നും നോക്കരുത്. മൊബൈൽ ആണ് നമ്മുടെ ഏറ്റവും അപകടം. കാരണം തെറ്റുകൾ ചെയ്യരുത്. മൊബൈൽ തുറന്നാൽ മതി, അന്യ സ്ത്രീകളായിരിക്കും റീൽസിനും എല്ലാത്തിനും. അതും നമ്മുടെ മുസ്ലിം സ്ത്രീകൾ കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മൊബൈൽ തുറന്നാൽ നാം കുടുങ്ങും. കാരണം ഒരു തെറ്റ് ചെയ്താൽ ഒരു വർഷത്തെ അമലുകൾ തന്നെ ബാത്തിലായി പോകും. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക, അള്ളാഹു കാക്കട്ടെ. അതുപോലെ 16-മത്തൊരു അമൽ എന്ന് പറയുന്നത് ഇന്നത്തെ മഗ്രിബ്, ഇഷ, നാളത്തെ സുബഹി, ഇത് 3ഉം ഇമാം ജമാഅത്തായി കൊണ്ട് നിസ്കരിക്കുക. സ്ത്രീകൾ വീട്ടിൽ ഇമാം ജമാഅത്തായി നിസ്കരിക്കുക. അതുപോലെ 17-മത്തൊരു അമൽ എന്ന് പറയുന്നത് ഇന്നത്തെ രാത്രി നാം കിടന്നുറങ്ങുമ്പോൾ ഈ അമലുകളൊക്കെ ചെയ്ത് കിടന്നുറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കിടന്നുറങ്ങുകയാണെങ്കിൽ വുദുവോടുകൂടി 24 മണിക്കൂർ ഇന്ന് രാത്രി ഫുള്ള് വുദുവോടുകൂടി തന്നെ ആയിരിക്കും. മുഅ്മിൻ എപ്പോഴും വുദുവോടുകൂടി ആയിരിക്കണം. 18-മത്തെ കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ ലൈലത്തുൽ ഖദ്റാണ് എന്നറിഞ്ഞാൽ ഞാൻ എന്ത് ചൊല്ലണമെന്ന്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ്വനി, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ്വനി. ഇത് ധാരാളം ചൊല്ലുക, നമുക്ക് എത്ര സാധിക്കുന്നോ അത്ര ചൊല്ലുക. 19-മത്തൊരു അമൽ, ഇത് 3 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ലൈലത്തുൽ ഖദ്ർ കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ് വറബ്ബിൽ അർശിൽ അദീം. സ്ക്രീൻ നോക്കിക്കൊണ്ട് തന്നെ അത് ചൊല്ലാവുന്നതാണ്. 20-മത്തെ അമൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഇത് നേരത്തെ പറഞ്ഞെങ്കിലും ഇത് പ്രത്യേകമായി തന്നെ ഒരു അമലായി തന്നെ നാം പറയണം. നേരത്തെ തഹ്ലീൽ പറയണമെന്ന് പറഞ്ഞല്ലോ, അവിടെ പ്രത്യേകിച്ച് 3 പ്രാവശ്യം തഹ്ലീൽ പറയാൻ ഒരിക്കലും ഇന്ന് മറന്നു പോകരുത്.
21-ാമത്തെ അമല് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ സർവ്വപാപങ്ങൾ പൊറുക്കുന്ന ചെറുതും വലുതും, അതായത് മുന്തി ചെയ്തും പിന്തി ചെയ്യുന്നതും അതുപോലെ രഹസ്യമായി ചെയ്തും പരസ്യമായി ചെയ്ത എല്ലാ പാപങ്ങൾ പൊറുക്കുന്ന ഒരു അമലുണ്ട്. ആ അമലിൻ്റെ പേര് തസ്ബീഹ് നമസ്കാരം എന്നാണ്. അതുകൊണ്ട് തസ്ബീഹ് നിസ്കാരം എന്ന് നിസ്കരിക്കണം. തസ്ബീഹ് നിസ്കാരം അറിയാമല്ലോ, 300 തസ്ബീഹുള്ള സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 22-ാമത്തെ അമൽ എന്ന് പറയുന്നത് സൂറത്തുൽ ഫത്ഹ് എന്ന് പാരായണം ചെയ്യണം, നമ്മുടെ എല്ലാം കാര്യം വിജയിക്കാൻ വേണ്ടി. അതുപോലെ 23-ാമത്തത് നമുക്ക് സൗന്ദര്യമൊക്കെ ഉണ്ടാകാൻ വേണ്ടി സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുക, നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടി. 24-ാമത്തെ അമൽ എന്ന് പറയുന്നത് സൂറത്തുൽ വാഖിയ ഇന്നത്തെ ദിവസം പാരായണം ചെയ്യണം. അതുപോലെ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 25-ാമത്തെ അമൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. അതുപോലെ 26-ാമത്തെ അമൽ എന്നുള്ളത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് ചൊല്ലിയാൽ മരിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. ആ തസ്ബീഹ്, ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൂടെ ചൊല്ലാം ഇൻഷാ അല്ലാഹ്, കഴിയുന്നത്ര ചൊല്ലുക. അല്ലാഹുമ്മ അൻത റബ്ബീ ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂ ലക ബിനിഅ്മതിക അലയ്യ വഅബൂ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു الذുനൂബ ഇല്ലാ അൻത اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبو لك بنعمتك علي وأبو بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. എൻ്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ 26-ാമത്തെ അമല്, അതുപോലെ 27-ാമത്തെ അമല് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലാഹ് അത് നാം ചെയ്യണം. ആ അമൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സംഭവം പറയുന്നു. ആ സംഭവം പറഞ്ഞാലേ ഈ അമലിൻ്റെ ഗൗരവം എത്രയാണ് എന്ന് മനസ്സിലാവുകയാണ്. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ടോ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കഥ പറയാൻ തുടങ്ങി. ആ കഥ സമൂൻ ഗാസിയുടെ കഥയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് പറഞ്ഞു, യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്, സമൂൻ ഗാസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു മഹാമനുഷ്യൻ, അള്ളാഹുവിൻ്റെ വലിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒട്ടകത്തിൻ്റെ ഒരു താടിയൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ താടിയല് കൊണ്ട് ഒരുപാട് ശത്രുക്കളോട് അദ്ദേഹം 1000 വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത പോരാടിയ ശത്രുക്കളോട് പൊരുതിയ മനുഷ്യനാണ്. ആ താടിയുള്ളിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് വെട്ടുമ്പോൾ 1000കണക്കിന് ശത്രുക്കൾ വധിച്ചു വീഴുന്ന ഒരു താടിയല്ലാതെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ആ താടിയലിൽ അദ്ദേഹത്തിന് ദാഹമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരുന്നു, അദ്ദേഹത്തിന് വിശപ്പുണ്ടാകുമ്പോൾ അതിൽ നിന്നിങ്ങനെ മാംസം മുളച്ചു വരുന്നു, അത് അദ്ദേഹം ഭക്ഷിച്ച് കഴിക്കുന്നു. അത്രയും ധീരനായിരുന്നു. അദ്ദേഹത്തെ എതിർക്കാനോ അദ്ദേഹത്തിന് പോരാടാനോ ഒരാൾക്ക് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ഒരു വലിയ വലിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ജീവിച്ചു വർഷങ്ങളോളം. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് മദ്ഹുകൾ, ഇത് കാണുമ്പോൾ ആരായാലും ആഗ്രഹിച്ചു പോകൂലേ ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു, അവസാനം അദ്ദേഹത്തിനൊരു പരീക്ഷണം ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ധിക്കാരിയായ അദ്ദേഹത്തിനൊരു ഭാര്യ, ആ ഭാര്യ ധിക്കാരിയായിരുന്നു. ആ ഭാര്യയുടെ അരികിൽ ശത്രുക്കൾ വന്ന് പറഞ്ഞു ഭാര്യയോട്, നിൻ്റെ ഭർത്താവിനെ നീ വധിച്ച് നമുക്ക് തരുകയാണെങ്കിൽ നിനക്ക് എത്ര വേണമെങ്കിലും സമ്പത്ത് തരാം, നിനക്ക് സുമുഖനായ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തു തരാം, നിൻ്റെ ഭർത്താവിനൊന്ന് വധിക്കണം. ഭാര്യ പറഞ്ഞു, അയാളെ വധിക്കാൻ സാധ്യമല്ല, അയാൾ ധീരനാണ്, ശക്തനാണ്, അയാളോട് പൊരുതാൻ ആർക്കും സാധ്യമല്ല. അവർ പറഞ്ഞു, ശത്രുക്കൾ അതൊന്നും പേടിക്കണം, അതിനെല്ലാം നാം പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്, അതിന് നാം പദ്ധതികൾ പറഞ്ഞു തരാം, നീ അങ്ങനെ ചെയ്താൽ മതിയെന്ന്. എൻ്റെ ഭർത്താവ് ഉറങ്ങിയിരിക്കുന്ന സമയത്ത് നല്ല ശക്തമേറിയ ഒരു കയർ ഞങ്ങൾ കൊണ്ടുവന്നു തരും, ആ കയറിൽ നിൻ്റെ ഭർത്താവിനെ പിടിച്ച് കെട്ടണമെന്ന് പറഞ്ഞു. ആ ഭർത്താവിനെ നീ പിടിച്ച് കെട്ടി രാത്രി ഞങ്ങൾ വന്ന് തീർച്ചയായും നിൻ്റെ ഭർത്താവിനെ ഞങ്ങൾ വധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കയറ് കൊണ്ട് കെട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കയറ് കൊണ്ട് കെട്ടിയെങ്കിലും അയാൾ സുബഹിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ കയറ് കൊണ്ട് ഇങ്ങനെ കെട്ടിയിരിക്കുന്ന രംഗമാണ് കാണുന്നത്. അത് കണ്ട സമയത്ത് ഇതാരാണ് എന്നെ കെട്ടിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാനാണ്. എന്തിനാണ് കെട്ടിയത്? പറഞ്ഞു, നിങ്ങളുടെ ശക്തി പരിശോധിക്കാൻ.
അയാളൊന്നു വല്ല ശരീരത്തനയ്ക്കതേയുള്ളൂ, ആ കയറെല്ലാം പൊട്ടിപ്പോയി. രണ്ടാമത് പിറ്റേ ദിവസം ശത്രുക്കളോട് പറഞ്ഞു, കയറെല്ലാം പൊട്ടിക്കളഞ്ഞു. അയാൾ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞു, നല്ല ഇരുമ്പിൻ്റെ ഞങ്ങൾ ചങ്ങല തരാം. നല്ല ഇരുമ്പിൻ്റെ കമ്പി കൊണ്ട് കെട്ടി. അയാൾ ചോദിച്ചു, ഇതാരാണ് കെട്ടിയത്? അപ്പോൾ പറഞ്ഞു, ഞാനാണ്, നിങ്ങളുടെ ശക്തി പരിശോധിക്കാനാണ്. മറുപടി അങ്ങനെ ആവർത്തിച്ചു. അപ്പോൾ അയാൾ ശരീരം ഒന്ന് അനക്കിയപ്പോൾ ആ ഇരുമ്പിൻ്റെ കമ്പിയെല്ലാം പൊട്ടിത്തരിപ്പനമായി. അയാൾ പറഞ്ഞു, ഞാൻ ആരെന്നറിയോ? അള്ളാഹുവിൻ്റെ വലിയിൽപ്പെട്ട ഒരു വലിയാണ്. എൻ്റെ ശക്തി ആർക്കും തകർക്കാൻ സാധ്യമല്ല. എന്നെ ഒരാൾക്ക് പിടിച്ചു കെട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മുടി കൊണ്ട് എൻ്റെ ശരീരത്തിന് കെട്ടിയാൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അത്രയും ശക്തിയുള്ള മുടിയാണ് അദ്ദേഹത്തിന്, നീണ്ട മുടിയാണ്. അങ്ങനെ രാത്രി ഉറങ്ങിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 8 മുടി കഷ്ടം ചെയ്തു. 8 മുടി കഷ്ടം ചെയ്തിട്ട് 4 മുടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാല് കെട്ടി, പിന്നെ 4 മുടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ കെട്ടി. പെട്ടിയെന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അയാൾക്ക് ശരീരം ഒന്നും അനക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ആരാണ് കെട്ടിയത്? ഞാനാ, നിങ്ങളെ ശക്തി പരിശോധിക്കാനാണ്. അദ്ദേഹം എത്ര ശരീരം അനയ്ക്കാൻ രക്ഷപ്പെടാൻ ഒരിക്കലും അദ്ദേഹത്തിന് സാധ്യമാകുന്നില്ല. അത്രയ്ക്കും അവസ്ഥയിലാണ് അദ്ദേഹം കുടുങ്ങിയിരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ശത്രുക്കളോട് ഭാര്യ പോയി പറഞ്ഞു, അയാൾ ഏതായാലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായി. ശത്രുക്കൾ നേരെ വന്നു, അയാൾ ആക്രമിക്കാൻ തുടങ്ങി. അയാളുടെ ശരീരത്തിൻ്റെ കൈകൾ വേറെ, നാക്ക് വേറെ, കണ്ണ് വേറെ, മൂക്ക് വേറെ, ചെവി വേറെ, ഓരോന്ന് കഷ്ണിച്ച് വല്ലാത്ത രീതിയിലാണ് ശിക്ഷ കൊടുത്തത്. അദ്ദേഹത്തിന് വഹി ഇറങ്ങി, അദ്ദേഹത്തിന് ഒരു ഇൽഹാം തോന്നിപ്പിച്ചു, എന്ത് ശിക്ഷയാണ് ഇവർക്ക് നടപ്പിലാക്കേണ്ടത്. അദ്ദേഹത്തെ ഒരു ശാലയിൽ കൊണ്ടിങ്ങനെ കെട്ടിച്ച് ബന്ധിച്ചിരിക്കുന്നത്. ഇത് ആ ബിൽഡിംഗ് ഒന്ന് വീണ് തകർന്ന് അവർ നശിക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. അതുപോലെ സംഭവിച്ചു. ചുരുക്കി പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അവയവങ്ങളെല്ലാം അദ്ദേഹത്തിന് തിരിച്ചു കെട്ടി വീണ്ടും 1000 വർഷം അയാൾ വാളുകൊണ്ട് യുദ്ധം ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ആരായാലും ആഗ്രഹിച്ചു പോകും. സ്വഹാബത്തിനോട് കഥ പറയുമ്പോൾ അവർ ആഗ്രഹിച്ചു പോയി, അദ്ദേഹത്തിൻ്റെ ആ പുണ്യം ഒരാൾക്ക് കിട്ടിയിരുന്നെങ്കിലോ. അപ്പോഴാണ് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഖദ്ർ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്ത്. നബിയെ, അയാളെക്കാൾ പുണ്യം കിട്ടുന്ന ഒരു ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയുണ്ട് നബിയെ. അത് നിങ്ങളുടെ ജനങ്ങൾ ഉപയോഗിച്ചാൽ തീർച്ചയായും അയാളെക്കാൾ പുണ്യം കിട്ടുമെന്ന രീതിയിലുള്ള സൂറത്തുൽ ഖദ്ർ. അപ്പോൾ 27ാമത്തെ അമൽ എന്നുള്ളത് സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. ഇത് 4 പ്രാവശ്യം പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തതുപോലെ പ്രതിഫലം കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ 27 അമലുകൾ എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് എല്ലാവരിലേക്ക് അയച്ചു കൊടുക്കുക. ഇന്നത്തെ രാത്രി വരെ ചെയ്യട്ടെ, അതിൻ്റെ പുണ്യം നിങ്ങൾക്കും കിട്ടും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ കിട്ടുന്ന മഹാഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.